ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? അതെ, അപ്പൊ എല്ലാവരും ഓണം എക്സാമിന്റെ തിരക്കിലാണ്. അടുത്ത ആഴ്ച മുതൽ സെപ്റ്റംബർ 4 തീയതി ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും ഓണം എക്സാം തുടങ്ങാണ് അല്ലേ? എവിടെ വരെ ആയി പഠനമൊക്കെ? റെഡി അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോരോ സബ്ജക്റ്റും ഓരോരോ ദിവസം ഇരുന്ന് റിവൈസ് ചെയ്ത് പഠിച്ചൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരാണ്. മിസ് പറയുന്നുണ്ട് പെൻഡിങ് ഉള്ള ചാപ്റ്റേഴ്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് അന്ന് തന്നെ തീർക്കണമെന്നുള്ളത്. അതൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അക്കൗണ്ടൻസിയുടെ 1, 2, 3 ചാപ്റ്ററുകളാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്ന രീതിയൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ? ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് അല്ലേ? ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ചാപ്റ്റർ ഫുള്ള് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ, ഏതായിരുന്നു? സെലക്ട് ദി കറക്റ്റ് ഓർഡർ. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ ആയിട്ടും ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചു പോയതാണ് അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കൃത്യമായൊരു ഓർഡർ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം നമ്മളൊരു കമ്പനിയിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ബുക്കുകളിലോട്ട് എഴുതി പോകുന്നത് എന്നൊക്കെയുള്ള ഓർഡറൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഓർഡർ ABCD എന്ന് പറഞ്ഞ് 4 ഓർഡർ ആയിട്ട് തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഓർഡർ ഒന്ന് ഞാൻ വായിക്കാം. ഇതിൽ ഏതാണോ കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. നോക്കിയേ, ഐഡന്റിഫൈയിങ്, റെക്കോർഡിംഗ്, സമ്മറൈസിങ്, ക്ലാസിഫൈയിങ്. ബി, റെക്കോർഡിംഗ്, സമ്മറൈസിങ്, ക്ലാസിഫൈയിങ്, ഐഡന്റിഫൈയിങ്. ഓപ്ഷൻ സി നോക്കിയേ, ഐഡന്റിഫൈയിങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. ആൻഡ് ഓപ്ഷൻ ഡി, ഐഡന്റിഫൈയിങ്, ക്ലാസിഫൈയിങ്, റെക്കോർഡിംഗ് ആൻഡ് സമ്മറൈസിങ്. എങ്ങനെയായിരുന്നു നമ്മൾ ഇത് ഓർഡറിൽ പഠിച്ചത്? ആദ്യം എന്ത് ചെയ്യണം? ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ അത് റെക്കോർഡ് ചെയ്യണം, ദെൻ ക്ലാസിഫൈ ചെയ്യണം. അത് കഴിഞ്ഞാണ് എന്ത് ചെയ്യേണ്ടത്? സമ്മറൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഐഡന്റിഫൈയിങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. മക്കളെ, നോർമലി നിങ്ങൾക്ക് 60 മാർക്കിന്റെ എക്സാം നടക്കുമ്പോൾ ഈ 60 മാർക്കിന് 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ഇതെല്ലാം ചോദിക്കാറ് അല്ലേ? പക്ഷെ ഈ എക്സാം അങ്ങനെയല്ല. നിങ്ങൾക്ക് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്നത് പലതും പല മാർക്കിനായിരിക്കും. ചിലപ്പോൾ ഈ ഓരോ ഫംഗ്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും എക്സാമിന് വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പഠിക്കണം. അതേപോലെ തന്നെ ഈ ഓരോന്നും ഐഡന്റിഫൈയിങ് എന്താന്ന് ചോദിച്ചാലും എഴുതാൻ പഠിക്കണം. സമ്മറൈസിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും എങ്ങനെയാന്ന് പഠിക്കണം. ആ ഒരു രീതിയിൽ വേണം എല്ലാവരും പഠിക്കാനായിട്ട്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, മൈനിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസെറ്റ്. മൈനിങ് ഏത് അസെറ്റിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈനിങ് ഏത് അസെറ്റിന് എക്സാമ്പിൾ ആണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് അസെറ്റ് എന്താന്ന് പഠിച്ചിട്ടുണ്ട്. കറണ്ട് അസെറ്റിന്റെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്താന്ന് പഠിച്ചിട്ടുണ്ട്. വാസ്റ്റിംഗ് അസെറ്റ്സ് എന്താന്ന് പഠിച്ചിട്ടുണ്ട്. ഫിക്ടീഷ്യസ് അസെറ്റ്സ് എന്താന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഏതായിരുന്നു നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി, വാസ്റ്റിംഗ് അസെറ്റ് ആയിരുന്നു ആൻസർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ സെക്ഷൻ പഠിക്കുമ്പോൾ എങ്ങനെയാ പഠിക്കണ്ടേ? ഇവിടെ ചോദിച്ചത് മൈനിങ് ഏത് അസെറ്റിന് എക്സാമ്പിൾ ആണെന്ന്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് അക്കൗണ്ടിങ് ടേംസ് എന്ന് വന്ന കാര്യങ്ങളാണ്. അപ്പൊ അക്കൗണ്ടിങ് ടേംസ് എല്ലാം നന്നായിട്ട് പഠിക്കണം. അതിൽ ഓരോന്നിന്റെയും എക്സാമ്പിൾസ് സഹിതം 2 3 എക്സാമ്പിൾ സഹിതം എല്ലാവരും പഠിക്കണം. നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് എക്സാമ്പിൾ പഠിക്കാനായിട്ട് ആരും വിട്ടുപോകരുതെന്നുള്ളത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ദി എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് കൺസേൺ ത്രൂ ദ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിംഗ് സർവീസസ് ടു കസ്റ്റമേഴ്സ് ഈസ് കോൾഡ് ഡാഷ്. ഇവിടെ എന്താ പറയുന്നത്? ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ട്. ഇവിടെ ആ ബിസിനസ് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് എമൗണ്ട്? ത്രൂ ദ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ്. അതിന്റെ സാധനങ്ങൾ, ആ ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ സെല്ല് ചെയ്തോ അല്ലെങ്കിൽ സർവീസസ്, സേവനങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുത്തോ ഏൺ ചെയ്യുന്ന എമൗണ്ട് ഈ താഴെ പറയുന്ന ടേംസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എക്സ്പെൻസസ്, ചിലവുകൾ, ക്യാപിറ്റൽ, ബി മൂലധനം, സി റവന്യൂ ആൻഡ് ഡി ഇൻട്രസ്റ്റ്. ഏതായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? ഓപ്ഷൻ സി റവന്യൂ ആണല്ലേ? നമ്മൾ പറഞ്ഞു ഏതൊരു ബിസിനസിന്റെയും പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? റവന്യൂ ആയിരുന്നു അല്ലെ? സെയിലൂടെയാണ് ഏതൊരു ബിസിനസ്സും ഇൻകം ഏൺ ചെയ്യുന്നത്, റവന്യൂ. അപ്പൊ ഇവിടെ റവന്യൂ ആണ് ആ ടേം വരുന്നത്. അപ്പൊ എല്ലാവരും അത് മാർക്ക് ചെയ്ത് പഠിക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ,
എ ഫർണിച്ചർ മെർച്ചന്റ് യൂസ്ഡ് 2 chairs ഫോർ ഹിസ് ഓഫീസ് യൂസ്. ഇവിടെ ഫർണിച്ചർ മെർച്ചന്റ് 2 chairs ഓഫീസ് യൂസിനായിട്ട് ഉപയോഗിച്ചു. ഹിയർ ക്രെഡിറ്റ്സ് ടു ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിലോട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ നമ്മളിത് ഏതാണ് പഠിച്ചത്? ലാസ്റ്റ് വന്ന 3ാമത്തെ ചാപ്റ്ററിൽ ജേണലൊക്കെ വന്നപ്പോഴാണ് നമ്മളിത് പഠിച്ചത് അല്ലേ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ കഴിയുമ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ പേഴ്സൺ ഹു എൻടൈറ്റിൽഡ് ടു ഗെറ്റ് മണി ഫ്രം ദ ബിസിനസ് ഈസ് ടേംഡ് ആസ്. എ പേഴ്സൺ ഹു ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് മണി ഫ്രം ദ ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് പൈസ കിട്ടാനുള്ളവരെ, അതായത് ബിസിനസ് പൈസ കൊടുക്കാനുള്ളവരെ എന്താ വിളിക്കുന്നത്? എന്താ വിളിക്കുക? ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ് എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ് ആണ് ആൻസർ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ആരായിരുന്നു ഡെപ്റ്റേഴ്സ്? ബിസിനസ്സിന് പൈസ തരാനുള്ളവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ ഒരു കറണ്ട് അസറ്റ് ആണ് ഡെപ്റ്റർ. ബിസിനസ് പൈസ കൊടുക്കാനുള്ളവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ ഒരു കറണ്ട് ലൈബിലിറ്റി, ബാധ്യതയാണ് ഈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്രം ദ ഫോളോയിങ് ഇവന്റ്സ് ഐഡന്റിഫൈ വിച്ച് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പഠിച്ച കാര്യങ്ങൾ, ഒരു കമ്പനിയിൽ ഒരുപാട് ഇടപാടുകൾ നടക്കും. ഇതിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും തരംതിരിക്കാനൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ABCD തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളോട് ബിസിനസ് ട്രാൻസാക്ഷൻ മാത്രം ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഓർഡേർഡ് ഫോർ എ മെഷീനറി വർത്ത് 10 lakh. 10 ലക്ഷം രൂപയ്ക്ക് ഒരു മെഷീനറി ഓർഡർ ചെയ്തു. ഓക്കെ, 2ാമത്തെ നോക്കിയേ. A new manager is appointed for a monthly salary of rupees 1,50,000. പുതിയൊരു മാനേജറിനെ കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്തു. 3 സി നോക്കിയേ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ rupees 75,000. 75,000 രൂപയ്ക്ക് കടമായിട്ട് സാധനങ്ങൾ വിറ്റു എന്നാണ് പറയുന്നത്. സോൾഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഡി നോക്കിയേ. സ്വാതി പർച്ചേസ്ഡ് എ ലാൻഡ്. സ്വാതി പുതുതായിട്ട് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹെർ ഹൗസ്. അവളുടെ സ്വന്തം ആവശ്യമില്ല, അവളുടെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഒരു വീട് പണിയാനായിട്ട് എന്ത് ചെയ്തു? സ്വാതി ലാൻഡ് മേടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണത്തിലും ഏതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ rupees 75,000 അല്ലേ. ഓപ്ഷൻ സി ആണ്. 75,000 രൂപയുടെ ഗുഡ്സ് കടമായിട്ട് വിറ്റു എന്നുള്ളതാണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷന് ഈ പറഞ്ഞ 4 എണ്ണത്തിൽ എക്സാമ്പിൾ ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എല്ലാവരും ഈ പിക്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഇങ്ങനെ പദസൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ക്ലാസ്സിൽ ഇല്ലേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ദി അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്ത് എ പീരീഡ് ഓഫ് 1 year. 1 yearനുള്ളില് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെ, വളരെ ഈസിലി 1 yearനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അസറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? കറണ്ട് അസറ്റ്സ് ആയിരുന്നു. മോർ ദാൻ 1 year ആണെങ്കിലോ അപ്പൊ തന്നെ നമ്മൾ കണക്ട് ചെയ്താണ് പഠിക്കേണ്ടത്. ഇവിടെ കറണ്ട് അസറ്റ്സ് ആണ് വന്നത്. പിന്നെ നമ്മൾ പഠിച്ചൊരു ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? ഫിക്സ്ഡ് അസറ്റ്സ് ആയിരുന്നു. 1 വർഷത്തിൽ കൂടുതൽ സമയമെടുത്ത് അല്ലെ. അപ്പൊ ഈ കറണ്ട് അസറ്റ്സിനെ എക്സാമ്പിൾ ഇവിടെ ഈ വേർഡിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഇൻ ട്രേഡ് തന്നിട്ടുണ്ട്. വേറെ കറണ്ട് അസറ്റ്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എല്ലാവരും ഒന്ന് വേഗം ഒന്ന് എഴുതി നോക്കിയേ. ഇവിടെ മിസ് കുറച്ച് എഴുതാം. ഒരെണ്ണം എഴുതട്ടെ. ബിൽസ് റിസീവബിൾ പഠിച്ചിട്ടില്ലേ നമ്മള്? ബിൽസ് റിസീവബിൾ ഒരു കറണ്ട് അസറ്റിന് എക്സാമ്പിൾ ആണ്. ദെൻ ക്യാഷ് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ബാങ്ക് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ എന്തൊക്കെയാ പഠിച്ചത്? ക്യാഷ്, ബാങ്ക്, ബിൽസ് റിസീവബിൾ. പിന്നെ എന്തായിരുന്നു? ഡെപ്റ്റേഴ്സ് ഒരു എക്സാമ്പിൾ ആണ്. ഇതൊക്കെയല്ലേ നമ്മൾ കറണ്ട് അസറ്റ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഓർക്കുന്നില്ലേ? അപ്പൊ ഇതേപോലെ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഓരോ ടേം നിങ്ങൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് എഴുതാൻ, അതായത് അതിന്റെ എക്സാമ്പിൾസ് സഹിതം പഠിക്കണം. അതേപോലെ തന്നെ 1, 2, 3 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഏതെങ്കിലും 2 ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 4 ഒബ്ജക്റ്റീവ്സ് പഠിച്ചിട്ടുണ്ടല്ലേ അക്കൗണ്ടിങ്ങിന്റെ. ഏതൊക്കെയായിരുന്നു അക്കൗണ്ടിങ്ങിന്റെ 4 ഒബ്ജക്റ്റീവ്സ്? എല്ലാവരും വേഗം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതി വെച്ചേ. ഏതൊക്കെയാണ് ആ 4 ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്? എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം മിസ് പറയുന്ന ആൻസർ അതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 1ാമത്തെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു?
ഡിപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ട്, ദെൻ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭവും നഷ്ടവും അറിയാനായി, പിന്നെന്തായിരുന്നു ടു റെക്കോർഡ് ആസ് ആൻ എവിഡൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് അല്ലേ. ഇതിൽ ഏതെങ്കിലും 2 or 3 മാർക്കിന് നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും മക്കളെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോളോയിങ് ടേംസ്. താഴെ കുറച്ച് ടേംസ് തന്നിട്ടുണ്ട് അല്ലേ. ABC എന്ന് പറഞ്ഞ് ഒരു 3 ടേംസേ തന്നിട്ടുള്ളൂ. ഓൾമോസ്റ്റ് നമ്മളൊരു 20ഓളം ടേംസ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു 3 എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഏത് ടേം ആണ് തരുന്നത് അല്ലെങ്കിൽ ഏതായിരിക്കും പ്രതീക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ 20 ടേംസും ഭംഗിയായിട്ട് പഠിക്കണം. ഓരോ ടേംസിന്റെ എക്സാമ്പിൾസും പഠിക്കണം. അപ്പൊ 1ാമത്തെ ടേം എന്തായിരുന്നു? ഡ്രോയിങ്സ്. അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ എഴുതണം? 1 or 2 സെന്റൻസിൽ എക്സ്പ്ലനേഷൻ എഴുതണം. ഡ്രോയിങ്സ് എന്തായിരുന്നു? പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന്റെ അതേ മൂല്യമുള്ള മറ്റെന്തുമായാലും അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡ്രോയിങ്സ് എന്ന് വിളിക്കാം. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് വരേണ്ട പോയിന്റ് എന്താണ്? പേഴ്സണൽ യൂസ്, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ. ഇനി 2ാമത്തെ ടേം എന്തായിരുന്നു? ക്യാപിറ്റൽ എന്തായിരുന്നു? മണി ഓർ മണീസ് വെർത്ത്, പണമോ പണത്തിന്റെ അതേ മൂല്യമുള്ള മറ്റെന്തെങ്കിലും. അതെന്തൊക്കെയാവാം? ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, പ്ലാന്റ് ആവാം, മെഷീനറി ആവാം, എക്യുപ്മെന്റ് ആവാം. എന്തായാലും ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ആയി ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതെല്ലാം. ഇതിന് നമ്മൾ മൂലധനം എന്ന് മലയാളത്തിൽ വിളിക്കും. ഇതിന്റെയും എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1 or 2 സെന്റൻസിൽ അത് എഴുതാം. അടുത്ത് നോക്കിയേ, ഇൻകം എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും. ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ആക്ടിവിറ്റീസ്. നമ്മൾ എപ്പോഴും ഈ റവന്യൂ ഇൻകം ഒക്കെ പറഞ്ഞു തന്നപ്പോൾ കുറച്ച് പേർക്ക് മാറിപ്പോയായിരുന്നു റവന്യൂ പറഞ്ഞപ്പോൾ. റവന്യൂ എന്തായിരുന്നു? ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റി ആയിട്ടുള്ള സെയിൽസിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ് അല്ലെങ്കിൽ വരുമാനമാണ് റവന്യൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇൻകം എങ്ങനെയാണ്? ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് അല്ലേ. ഇന്റേണൽ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിൽ നിന്നും ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന വരുമാനം അല്ലെങ്കിൽ എമൗണ്ട്, അതിനെ നമുക്ക് ഇൻകം എന്ന് വിളിക്കാം. അപ്പൊ മക്കളെ ഇതെല്ലാം എഴുതുമ്പോൾ ഇപ്പൊ 2 മാർക്കിന് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഓരോന്നും എഴുതിയിട്ട് 1 or 2 എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്ത് ഭംഗിയായിട്ട് എഴുതാട്ടോ. ഇതെല്ലാം ഒരു ഷോർട്ട് എസ്സേയുടെ കാറ്റഗറിയാണ്. കണ്ടോ, ഇവിടെ എല്ലാം നമുക്ക് സെന്റൻസ് ആയിട്ട് എഴുതാനുള്ളതാണ്, ഷോർട്ട് എസ്സേ ആയിട്ട് എഴുതാനുള്ളതാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെയാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ പോസ് ചെയ്യുക, ആൻസർ എഴുതി വെക്കുക. ഏതൊക്കെയായിരുന്നു അക്കൗണ്ടിങ്ങിന്റെ? റെലവൻസ്, റിലയബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി, ഇതൊക്കെയായിരുന്നു അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. അപ്പൊ ഇതൊക്കെ എല്ലാവരും എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ ഓരോന്നും ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. നോക്കിയേ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഇത്തിരി ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ആപ്ലിക്കേഷൻ മോഡൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ നമുക്കിത് പറയാം അല്ലേ. എങ്ങനെയാണത് നോക്കിയേ. പ്രസാദ് എ പ്രൊപ്രൈറ്റർ ഓഫ് എ ബിസിനസ് കൺസേൺ. പ്രസാദ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് കൺസേണിന്റെ പ്രൊപ്രൈറ്റർ ആണ്. അപ്പോയിന്റഡ് ബിജോയ് ആസ് ഹിസ് മാനേജർ. ബിജോയെ ഈ പ്രസാദ് നടത്തുന്ന ബിസിനസിന്റെ മാനേജർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു എന്നാ പറയുന്നത്. ബിജോയ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മഹേഷ് ഓൺ ക്രെഡിറ്റ്. 25,000 രൂപയ്ക്ക് കടമായിട്ട് ബിജോയ് എന്ത് ചെയ്തു? മഹേഷ് എന്ന് പറയുന്ന ക്രെഡിറ്ററുടെ അല്ലെങ്കിൽ മഹേഷിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടമായിട്ട് മേടിച്ചു. ബിജോയ് പെയ്ഡ് സാലറി ടു രാജു ദ ഫോർമാൻ 2,000 and took a loan of rupees 1,50,000 from Canara Bank. എന്നിട്ട് ഈ ബിജോയ് എന്ത് ചെയ്തു? രാജു എന്ന് പറയുന്ന ഫോർമാൻ എന്താന്നൊക്കെ ബിസിനസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ ഫോർമാന്റെ കയ്യിൽ നിന്ന് ഫോർമാന് സാലറി ആയിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട് 2,000 രൂപ. അതേപോലെ തന്നെ കാനറ ബാങ്കിൽ നിന്ന് 1,50,000 രൂപ ലോൺ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് ദി ഫേം. മക്കളെ, അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്ററിൽ മോസ്റ്റ്ലി എല്ലാ എക്സാമിനും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനെ ഇതേപോലെ ഒരു ടേബിൾ വരച്ച് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനും അല്ലെങ്കിൽ ഓരോ യൂസേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതൊന്ന് ചെയ്താലോ? എങ്ങനെ ചെയ്യും? അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നോക്കിയിട്ട് തന്നെ എക്സാമിന് പോവാം.
നോക്കിയേ എങ്ങനെയാണ് നമ്മൾ ഇന്റേണൽ യൂസറിനെ എക്സ്റ്റേണൽ യൂസറിനെ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് എങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആദ്യം ഭംഗിയായിട്ടൊരു ടേബിൾ വരയ്ക്കാം. എല്ലാവരും ടേബിൾ വരയ്ക്കാം. നമുക്ക് ഇതിനൊരു ഹെഡിങ് കൊടുക്കാം, ഇന്റേണൽ യൂസർ. ആരായിരുന്നു? ഇന്റേണൽ യൂസേഴ്സും അതേപോലെ തന്നെ ഇവിടെ എക്സ്റ്റേണൽ യൂസേഴ്സും. ഇനി നമുക്ക് ഓരോ സെന്റൻസും വായിച്ചു നോക്കിയിട്ട് ഓരോന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. നോക്കാം. പ്രസാദ് എ പ്രൊപ്രൈറ്റർ ഓഫ് എ ബിസിനസ് കൺസേൺ. പ്രസാദ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്റർ ആണ്, ബിസിനസ് നടത്തുന്ന ആളാണ്. അപ്പൊ പ്രസാദ് ആരാണ്? ഇന്റേണൽ യൂസർ ആണോ എക്സ്റ്റേണൽ യൂസർ ആണോ? പ്രസാദ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ യൂസർ ആണ് അല്ലേ. എങ്ങനെയാണ് ഇന്റേണൽ യൂസർ ആവുന്നത്? ഓണർ, കമ്പനിയുടെ ഓണർ ആണ് പ്രസാദ്. അതുകൊണ്ട് തന്നെ പ്രസാദ് ഒരു ഇന്റേണൽ യൂസർ ആണ്. ഇനി ബിജോയ്, അപ്പോയിന്റഡ് ബിജോയ്. ഇവിടെ ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതാ? ഈ പേര് നോക്കാം, ബിജോയിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ബിജോയ് ആരാണ്? ആസ് ഹിസ് മാനേജർ. പ്രസാദിന്റെ മാനേജർ ആയിട്ടാണ് ബിജോയിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് പ്രസാദ് നടത്തുന്ന ഈ ബിസിനസിന്റെ മാനേജർ ആയിട്ട് ബിജോയി അപ്പോയിന്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബിജോയി അപ്പൊ ആരാണ്? ഒരു ഇന്റേണൽ യൂസർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ ഇന്റേണൽ യൂസറും എക്സ്റ്റേണൽ യൂസറും തമ്മിലുള്ള ഡിഫറൻസസ്. ഒരു കമ്പനിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കമ്പനിയിലെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അറിയാൻ താല്പര്യം കാണിക്കുന്നവരെ ഇന്റേണൽ യൂസേഴ്സ് എന്നും, ഇതേ കമ്പനിയുടെ പുറത്ത് നിന്നുകൊണ്ട് കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അറിയാൻ താല്പര്യം കാണിക്കുന്നവരെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും വിളിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ബിജോയ് ആരാണ്? മാനേജർ ആണ്. മാനേജർ എന്ന് പറയുന്ന ഈ ബിജോയ് കമ്പനിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അറിയാൻ താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. അപ്പൊ ബിജോയ് ഒരു ഇന്റേണൽ യൂസർ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ബിജോയ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മഹേഷ് ഓൺ ക്രെഡിറ്റ് വർത്ത് 25,000 rupees. 25,000 രൂപയ്ക്ക് കടമായിട്ട് ബിജോയ് എന്ത് ചെയ്തു? മഹേഷ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് സാധനങ്ങൾ മേടിച്ചു എന്നാണ് പറയുന്നത്. പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മഹേഷ് എന്ന് പറയുന്ന ആള് ഒരു ഇന്റേണൽ യൂസർ ആണോ അതേപോലെ തന്നെ എക്സ്റ്റേണൽ യൂസർ ആണോ? ആരായിരുന്നു? പുറത്തുള്ളൊരു വ്യക്തിയാണ് മഹേഷ് അല്ലേ. മഹേഷ് എന്ന് പറയുന്നത് ബിസിനസിന്റെ പുറത്തുള്ളൊരു വ്യക്തിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കടമായിട്ട് സാധനങ്ങൾ മേടിച്ചത്. അപ്പൊ കടമായിട്ട് ഈ ബിജോയ്ക്ക് മഹേഷ് പൈസ കൊടുക്കണമെങ്കിൽ മഹേഷിന് എന്തറിയണം? നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അറിയണം. അപ്പോൾ മഹേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു എക്സ്റ്റേണൽ യൂസർ ആണ്. എങ്ങനെയാണ് മഹേഷ് എക്സ്റ്റേണൽ യൂസർ ആവുന്ന? ക്രെഡിറ്റർ ആണല്ലേ. നമ്മൾ കടമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് ആ ഡ്യൂറേഷനുള്ളിൽ നമ്മളത് തിരിച്ച് കൊടുക്കണം മഹേഷിന്. ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ, ബിജോയ് പെയ്ഡ് സാലറി ടു രാജു ദ ഫോർമാൻ ₹2,000. 2,000 രൂപ സാലറി ആർക്ക് കൊടുത്തു എന്നാ പറയുന്നത്? ഫോർമാൻ ആയിട്ടുള്ള രാജുവിന് കൊടുത്തു എന്നാണ് പറയുന്നത്. സാലറി കൊടുക്കുമ്പോൾ രാജു ആരായിരിക്കും? ഇന്റേണൽ യൂസർ ആണോ എക്സ്റ്റേണൽ യൂസർ ആണോ? ഇന്റേണൽ യൂസർ ആണ്. കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ സാലറി കൊടുക്കുന്നത്. അപ്പൊ രാജു എന്ന് പറയുന്നത് ആരാണ്? കമ്പനിയുടെ ഒരു എംപ്ലോയി ആണ്. അപ്പൊ രാജു ഒരു ഇന്റേണൽ യൂസർ ആണ്. ക്ലിയർ ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങൾ? ഇനി ഒരു സെന്റൻസും കൂടി പറയുന്നുണ്ട്. എന്താ നോക്കാം. ആൻഡ് ടുക്ക് എ ലോൺ ഓഫ് ₹1,50,000 ഫ്രം കാനറ ബാങ്ക്. 1,50,000 രൂപയുടെ ലോൺ എടുത്തു. എവിടെ നിന്ന് എടുത്തത്? കാനറ ബാങ്കിൽ നിന്ന് എടുത്തു. അപ്പൊ ഈ കാനറ ബാങ്ക് നമുക്ക് ലോൺ തരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രസാദ് നടത്തുന്ന ഈ കമ്പനിക്ക് ലോൺ തരണമെങ്കിൽ കാനറ ബാങ്കിന് അറിയണം ഇവരുടെ അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം. അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, ലാഭത്തിൽ ഓടുന്നൊരു കമ്പനിയാണോ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇവർക്ക് ലോൺ തരുള്ളൂ അല്ലെ. അപ്പൊ ഈ കാനറ ബാങ്ക് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ യൂസർ ആണ്. അപ്പൊ അതെവിടെ എഴുതണം? ഇവിടെ എഴുതാ കാനറ ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. കാനറ ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ യൂസേഴ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ ഓണർ, മാനേജർ, എംപ്ലോയി, ക്രെഡിറ്റർ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊന്നും എഴുതണം എന്നില്ല. ഈ പേരുകൾ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത് ഓരോന്നും ആരൊക്കെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ്. താഴെ തന്നിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ABCDEF വരെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിന് ഈ പറയുന്ന കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യണമെന്നോ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കി ഏതാണ്? റവന്യൂ റെസീപ്റ്റ്സ്. 2 റവന്യൂ എക്സ്പെൻസസ്, എക്സ്പെൻഡിച്ചർ. അടുത്തത് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഏതായിരുന്നു? മോർ ദാൻ 1 ഇയർ. നമ്മൾ ഓർക്കാം, അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മോർ ദാൻ 1 ഇയർ. ദെൻ ക്യാപിറ്റൽ പേയ്മെന്റ്.
ഇത്രയായിട്ട് ഈ 4 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാൻ പറയാൻ നോക്കി. സാലറി പെയ്ഡ്. സാലറി കൊടുക്കുന്നത് ഒരു റവന്യൂ റെസീപ്റ്റ് ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ റെസീപ്റ്റ് ആണോ, ക്യാപിറ്റൽ പേയ്മെന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സാലറി കൊടുക്കുന്നത്? സാലറി കൊടുക്കുന്നത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. കമ്പനിയുടെ ഒരു എക്സ്പെൻസ് ആണ് അല്ലെ സാലറി പേ ചെയ്യുക എന്ന് പറയുന്നത്. എന്നാ അടുത്ത് ചോദിക്കട്ടെ, റെന്റ് റിസീവ്ഡ്. റെന്റ് റിസീവ് ചെയ്യുന്നത് എന്താണ്? റവന്യൂ റെസീപ്റ്റ് ആണ്. റവന്യൂ റെസീപ്റ്റ് ആണ്. നമുക്ക് കമ്പനി റിസീവ് ചെയ്യാണ് അല്ലെ അവിടെ. ഇനി അടുത്ത് നോക്കിയേ, ഗുഡ്സ് പർച്ചേസ്ഡ്. കമ്പനിയിലേക്ക് വേണ്ട ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ അതെന്തായിരുന്നു? എന്ത് ടേം ആയിരുന്നു? റവന്യൂ എക്സ്പെൻസ് ആണ്, എക്സ്പെൻഡിച്ചർ ആണ്. ഇനി അടുത്തത് ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോങ് ടേം, മോർ ദാൻ 1 ഇയറിലേക്കൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ ബാങ്ക് ലോൺ എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ബാങ്ക് ലോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. നമ്മളവിടെ ക്യാഷ് റിസീവ് ചെയ്യാണ്. ഓക്കെ, അടുത്തത് മെഷീനറി പർച്ചേസ്ഡ്. മെഷീനറി പർച്ചേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മൾ കമ്പനിയിലേക്ക് പുതിയൊരു മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. കമ്പനിക്ക് വരുന്നൊരു വലിയൊരു എക്സ്പെൻസ് ആണത് അല്ലേ. ഒരു വലിയൊരു മെഷീനറി പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചർ ആണ്. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ്. അതും എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇതേപോലെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓരോ ടേംസും ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻ വരാം എക്സാമിന്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച എല്ലാവരും. റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ഓരോ ടേംസിനും ഈ 2 എക്സാമ്പിൾസ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേഗം എല്ലാവരും ഈ 2 എക്സാമ്പിൾസ് ഇത് എഴുതി വെക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കറണ്ട് ലൈബിലിറ്റീസ്. കറണ്ട് ലൈബിലിറ്റീസിന്റെ 2 എക്സാമ്പിൾ പറഞ്ഞ എന്തൊക്കെയാണ്? കറണ്ട് ലൈബിലിറ്റീസിന്റെ 2 എക്സാമ്പിൾ. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലൈബിലിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ പിന്നെ അടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു? ബിൽസ് പേയബിൾ ഒരു കറണ്ട് ലൈബിലിറ്റി ആണ്. ഇനി ഫിക്സ്ഡ് അസറ്റ്സിന് എക്സാമ്പിൾ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ലാൻഡ് ബിൽഡിംഗ് പ്ലാന്റ്, മെഷീനറി, എക്യുപ്മെന്റ്, ഇതെല്ലാം ഫിക്സ്ഡ് അസറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നോക്കിയാൽ എന്തൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിൾ? പേറ്റന്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇനി കോപ്പിറൈറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി റവന്യൂവിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റെന്റ് റിസീവ്ഡ്. കമ്പനിക്ക് കിട്ടുന്ന റെന്റ്, കമ്പനി റിസീവ് ചെയ്യുന്ന റെന്റ്, അതൊരു റവന്യൂ ആണ്. പിന്നെ സാലറി റിസീവ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെസീപ്റ്റുകളെല്ലാം നമുക്ക് എന്താണ്? റവന്യൂ ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഇതെല്ലാം നമുക്ക് എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് കേട്ടോ. ഇതെല്ലാം നമുക്ക് റവന്യൂവിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഓരോ ടേമിനും ഈ 2 എക്സാമ്പിൾസ് വീതം പഠിച്ചു വെക്കാം. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ടീച്ചർ കണ്ടക്ടഡ് എ സെമിനാർ ഇൻ എ ക്ലാസ് ഓൺ ദ ടോപ്പിക് ബേസിക് അക്കൗണ്ടിംഗ് ടേംസിനെ കുറിച്ച് ടീച്ചർ ക്ലാസ്സിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട്. ഒരു സെമിനാർ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം കുട്ടികളായ നിങ്ങൾ. ബേസ്ഡ് ഓൺ എനി 8 അക്കൗണ്ടിംഗ് ടേംസ്. ഏതെങ്കിലും ഒരു അക്കൗണ്ടിംഗ് ടേംസ്, 8 അക്കൗണ്ടിംഗ് ടേംസിനെ കുറിച്ച് എഴുതി നിങ്ങളോട് ഒരു സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എസ്സേ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ. ഇവിടെ ഓരോ ടേംസും 8 ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ആദ്യമേ നമ്മൾ പറഞ്ഞത്, അക്കൗണ്ടിങ് ടേംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം എന്ന്. അപ്പോൾ ഒരു 8 ടേംസ് എന്ന് പറഞ്ഞേ, നമുക്ക് ഒരുപാട് ടേംസ് അറിയാം. അസറ്റ്സ്, ദെൻ ലൈബിലിറ്റി, അസറ്റ്, ലൈബിലിറ്റി, പിന്നെ ക്യാപിറ്റൽ, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റവന്യൂ പഠിച്ചു, ഇൻകം പഠിച്ചു, പിന്നെ സെയിൽസ് പഠിച്ചു, പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? പർച്ചേസസ് പഠിച്ചിട്ടുണ്ട്, പിന്നെ പ്രോഫിറ്റ്, ലോസ്, ഗെയിൻ, ഇങ്ങനെ ഒരുപാട് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ.
ഇനി എക്സ്പെൻസസ് പഠിച്ചിട്ടില്ലേ നമ്മൾ? എക്സ്പെൻസസ് ഇങ്ങനെ ഒരുപാട് ടേംസ്, ഓൾമോസ്റ്റ് ഒരു 20ഓളം ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും 8 ടേംസ് എഴുതി ഓരോ ടേംസും 2-3 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ 2-3 സെന്റൻസിന് എഴുതുമ്പോൾ എക്സാമ്പിളും കൂടി കോട്ട് ചെയ്ത് എഴുതണം കേട്ടോ. അസറ്റ്സിന് ഓരോ അസറ്റ്സ് എഴുതുമ്പോൾ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ഒക്കെ എഴുതുമ്പോൾ ആ ഗുഡ് വില്, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, അങ്ങനെ ഓരോ എക്സാമ്പിൾസും കൂടി കോട്ട് ചെയ്ത് ഭംഗിയായിട്ട് എസ്സേ എഴുതാം. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആർ യൂസ്ഫുൾ ടു ഡിഫറെന്റ് യൂസേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാ യൂസേഴ്സ് ഇവിടെ എത്തി, യൂസേഴ്സിന്റെ കാര്യം ഇവിടെ എത്തി. ഹൗ എക്സ്പ്രസ് യുവർ വ്യൂസ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ യൂസേഴ്സിലും എഴുതിയിട്ട് അവരെങ്ങനെയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അറിയാനായിട്ട് താല്പര്യം കാണിക്കുന്നത്, എന്തുകൊണ്ടാണെന്നുള്ള വിധത്തിൽ ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അറിയാൻ താല്പര്യമുള്ള യൂസേഴ്സ്? ആരൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ ക്ലാസിഫൈ ചെയ്തൊക്കെ പഠിച്ചു. ആരൊക്കെയായിരുന്നു? ഇന്റേണൽ യൂസേഴ്സും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതിയില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, ഓരോ യൂസേഴ്സ് ആയിട്ട് പോയിന്റ് ഔട്ട് ആയിട്ട് എഴുതിയാൽ മതി. പിന്നെ നമ്മൾ ആരൊക്കെ പഠിച്ചത്? ഓണേഴ്സ് ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അറിയാൻ താല്പര്യം കാണിക്കുന്ന ഒരു യൂസർ ആണ്. ദെൻ മാനേജ്മെന്റ് ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. ദെൻ പിന്നെ ആരൊക്കെയായിരുന്നു? കസ്റ്റമേഴ്സ് ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. ദെൻ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ ആരായിരുന്നു? ഗവൺമെന്റ്, റിസർച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം ഒരു വലിയ എസ്സേ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം അത് ഓരോന്നും ഇതേപോലെ എഴുതി 2-3 മാർക്കിന് ആ സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഇതും ഒരു എസ്സേ ആണ്, 2-3 മാർക്കിന് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ആ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കിയാലോ? 2ാമത്തെ ചാപ്റ്റർ നോക്കിയേ. ചാപ്റ്റർ 2 തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതാ നോക്കി. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ബിക്കോസ് ഓഫ് ഡാഷ് കോൺസെപ്റ്റ് ഓർ പ്രിൻസിപ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ 2ാമത്തെ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? ഒരുപാട് കോൺസെപ്റ്റുകളും പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഈ പ്രിൻസിപ്പിൾസ് ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിലെ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ക്വാളിറ്റേറ്റീവ് നമ്മൾ പറഞ്ഞു, ഒരാളുടെ ക്വാളിറ്റി നമ്മൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കില്ല എന്ന് പറഞ്ഞു. അത് ഏത് കോൺസെപ്റ്റ് പ്രകാരമായിരുന്നു? 1 A നോക്കി, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. B മാച്ചിങ് പ്രിൻസിപ്പിൾ. C കൺസിസ്റ്റൻസി. ആൻഡ് D മണി മെഷർമെന്റ്. ഏത് കോൺസെപ്റ്റ് പ്രകാരമായിരുന്നു? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അല്ലേ? ഓപ്ഷൻ D പ്രകാരമായിരുന്നു. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ റെക്കോർഡ് ചെയ്യൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആൻസർ ചെയ്ത് പോകണമെങ്കിൽ ഓരോ കോൺസെപ്റ്റ്സും ഭംഗിയായിട്ട് പഠിക്കണം. അപ്പൊ എല്ലാം ഒന്നും കൂടി നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ഈ ചാപ്റ്റർ ആൻസർ ചെയ്യാൻ കേട്ടോ. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബിൽഡിംഗ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ എ ഫേം ഫോർ ₹25 lakh. 25 ലക്ഷം രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് ഫേം കൺസ്ട്രക്ട് ചെയ്തു എന്നാണ് പറയുന്നത്, നിർമ്മിച്ചു. ഇനി ഇറ്റ്സ് പ്രസന്റ് മാർക്കറ്റ് വാല്യൂ, ഇപ്പോഴത്തെ അതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? ഇപ്പോഴത്തെ അതിന്റെ മാർക്കറ്റ് വാല്യൂ 1 million ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോഴത്തെ അതിന്റെ മാർക്കറ്റ് വാല്യൂ 1 million ആണ്. വിച്ച് എമൗണ്ട് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്? ഇതിൽ ഏത് എമൗണ്ട് ആണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്? നമുക്കറിയാം അല്ലേ, 25 lakh rupees ആയിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തത്. അത്രയാണ് നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ, ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് വന്ന കോസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ എയും ബിയും ആയിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, നിങ്ങളോടത് മാച്ച് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. മാച്ച് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ ക്രോസ് ഒക്കെ വരച്ചൊന്നും വെക്കരുത്, ഭംഗിയായിട്ട് പുതിയൊരു ടേബിൾ വരച്ച് ആൻസർ പേപ്പറിൽ ഭംഗിയായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മിസ് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ABC എന്ന് പേര് കൊടുക്കുക, ABC. ഇനി ഒന്ന് മാച്ച് ചെയ്താലോ. എ എന്താ പറയുന്നത്?
Accounting information should be free from bias. Accounting information should be free from bias. അപ്പൊ ഇവിടെ കൺസർവേറ്റീവ്സ് ഉണ്ട്, ഒബ്ജക്ടിവിറ്റി ഉണ്ട്, ഡ്യുവൽ ആസ്പെക്ട് ഉണ്ട്. അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ വായിക്കാം നമുക്ക്. ബി എന്താ പറയുന്നത്? എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് ടു ആസ്പെക്ട്സ്. ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ട്. കിട്ടിയില്ലേ? ഇനി സി എന്താ പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഇപ്പൊ എയിലെ മൂന്നും നമ്മൾ വായിച്ചു. ഒന്നാമത്തെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്. ഏതായിരുന്നു അത്? ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ ആണല്ലേ. അപ്പൊ എ ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇനി എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് ടു ആസ്പെക്ട്സ്. ഏതായിരുന്നു? ബി ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആയിരുന്നു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഏതായിരുന്നു? കൺസർവേറ്റിസം ആയിരുന്നു. സി. അപ്പൊ ഇതെല്ലാവരും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ടേബിൾ റിപ്പീറ്റ് ചെയ്ത് വരച്ച് ഭംഗിയായിട്ട് ചെയ്യണം കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്തായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ? നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST നമ്മൾ പഠിച്ചിട്ടുണ്ട്. GST എന്താന്നുള്ളത് അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് എ വൺ നേഷൻ വൺ ടാക്സ് സിസ്റ്റം ഓഫ് അവർ കൺട്രി. IGST എന്തായിരുന്നു? ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ലെവീഡ് ബൈ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. സെന്റർ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടിയാണ് IGST വരുന്നത്. ദെൻ വാട്ട് ആർ ദി അതർ ടു ടാക്സസ് ലെവീഡ് ബൈ ദ ഗവൺമെന്റ്? നമുക്കറിയാലോ മറ്റേത് ടാക്സ് ഏതൊക്കെയായിരുന്നു. ഇനി SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതായിരുന്നു മറ്റ് രണ്ട് ടാക്സുകൾ വരുന്നത് അല്ലേ. അപ്പൊ അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതും നീറ്റായിട്ട് 2, 3, 4 മാർക്ക് അനുസരിച്ച് 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 1, 2 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു 3, 4 സെന്റൻസിലായിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. ഈ ചാപ്റ്ററിലും ഓരോ ടേംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അക്രുവൽ ബേസിസ്. ഓർക്കുന്നുണ്ടോ? ക്യാഷ് ബേസിസും അക്രുവൽ ബേസിസും നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ്ങിന്റെ. സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്, സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. അപ്പൊ അത് പഠിക്കണം എല്ലാവരും. സിംഗിൾ എൻട്രി സിസ്റ്റവും പഠിക്കണം, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങും പഠിക്കണം. ഇനി രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്താ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 സി കൺസർവേറ്റിസം കോൺസെപ്റ്റ്. കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. മാച്ചിങ് കോൺസെപ്റ്റ് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഇതിന്റെ എല്ലാം മാർക്ക് അനുസരിച്ച് 2, 3 സെന്റൻസിൽ അല്ലെങ്കിൽ 3, 4 സെന്റൻസിൽ ഓരോ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഓരോ ടേംസും ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക്. ഐഡന്റിഫൈ ദി അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ഇവിടെ പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണല്ലോ. നിങ്ങൾ എല്ലാവരും ഓരോ കോൺസെപ്റ്റ് ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് വായിച്ചു നോക്കി ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് അത് നോക്കിയേ. എ ബിസിനസ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്യൂഷബിൾ ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഇവിടെ ഏതാണ് ആ കോൺസെപ്റ്റ് വരുന്നത്? അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ദെൻ രണ്ടാമത്തത് എവരിതിങ് a firm owns it also owes to somebody. ഇവിടെ ഏതായിരുന്നു വരുന്നത്? ഡ്യുവൽ ആസ്പെക്ട് ആണ് വരുന്നത്. സി എ ഫേം റിസീവ്സ് ആൻ ഓർഡർ ഓഫ് ഗുഡ്സ് but it would not be included in the sales figure. സെയിൽസ് ഫിഗറിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പൊ അവിടെ ഏതാ വരുന്നത്? റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. ഡി നോക്കിയേ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് യൂസ്ഡ് ഇൻ 1 year, then it should be also used in next years. ഒരു വർഷം ഉപയോഗിക്കുന്നത് ഡിപ്രീസിയേഷൻ കാണാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ത്രൂ ഔട്ട് എല്ലാ വർഷവും എന്താണ് ഉപയോഗിക്കും? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഡ്യൂ ടു കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പ്രകാരം ഒരു വർഷം ഒരു മെത്തേഡ് ഉപയോഗിച്ചത് തന്നെ നമ്മൾ തുടർന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാലാണ് ഈസി ആയിട്ട് നമുക്ക് അവിടെ കമ്പാരിസണും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇതേപോലെ ഓരോ കോൺസെപ്റ്റ്സും ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പൊ എല്ലാവരും ഭംഗിയായിട്ട് കോൺസെപ്റ്റുകൾ പഠിച്ചിരിക്കണം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഏഴാമത്തെ The accounting concept and accounting standards are generally referred to as the essence of financial accounting. കമന്റ് ഇതാ വരുന്നു അടുത്ത എസ്സേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ കുറിച്ചും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം റെഫർ ചെയ്യുന്നത് എസെൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ എസെൻസ് ആണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്താണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ എന്ന് എഴുതാ. ഓരോ കോൺസെപ്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് എഴുതാ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്? നീഡ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം നോട്ട് ചെയ്ത് എഴുതാം.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതൊരു എസ്സേ ആണ്, 8 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ചോദിക്കാം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതേപോലുള്ള 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇതേപോലെ എസ്സേ ആയിട്ടും അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ഓരോ കോൺസെപ്റ്റുകൾ നമുക്ക് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 4 മാർക്കിന്റെ എസ്സേ ആയിട്ട് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ പോകുന്നത് എക്സ്പ്ലെയിൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് എഴുതണം, അതിന്റെ മെറിറ്റ്സ് എഴുതണം, അല്ലെങ്കിൽ നീഡ് എഴുതണം, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് എഴുതണം. ഇതേപോലെ വേണം എഴുതാൻ. അല്ലെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് തന്നിട്ട് ഇത് മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ പഠിക്കുമ്പോൾ 1 മാർക്ക് മുതൽ 8 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഓരോ ടോപ്പിക്കും നമ്മൾ പഠിച്ചു പോകാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേം. താഴെ പറയുന്ന 2 ടേം ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ടേം GAAP, ഗ്യാപ്പ്. എന്തായിരുന്നു ഗ്യാപ്പ്? നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. ഗ്യാപ്പ് എന്തായിരുന്നു? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഗ്യാപ്പ് അല്ലേ. അടുത്തത് IFRS. എന്തായിരുന്നു IFRS? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, IFRS. അപ്പൊ ഇത്രയാണ്. ഇത് രണ്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് എക്സ്പാൻഡ് ചെയ്താനാ പറഞ്ഞിരിക്കുന്നത്. നീ എക്സ്പ്ലെയിൻ ഗ്യാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലോ ആ പഠിച്ച കോൺസെപ്റ്റുകളും പ്രിൻസിപ്പിൾസും എല്ലാം ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയാണ് നമുക്ക് 2ാമത്തെ ചാപ്റ്ററിൽ പറയാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് 2ാമത്തെ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ മക്കളെ നമുക്ക് അടുത്തത് പറയാനുള്ളത് 3ാമത്തെ ചാപ്റ്റർ ആണ്. 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? അക്കൗണ്ടിങ് ഇക്വേഷൻ, ജേണൽ, ലെഡ്ജർ എല്ലാം സെറ്റ് അല്ലേ? നമുക്കിനി ഓരോ പ്രോബ്ലംസ് നോക്കിയാലോ ഒന്ന്. ഓക്കെ, അപ്പൊ നോക്കാം. ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1. ഇതിലാണ് നമ്മൾ ഇനി അടുത്തത് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ. താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. സോഴ്സ് ഡോക്യുമെന്റ്. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയത് സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് വെച്ചാണല്ലേ. ബില്ല്, വൗച്ചേഴ്സ്, അതൊക്കെ ഒന്നോ രണ്ടോ സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കാം. അടുത്തത് ജേണലൈസിങ്. ജേണലൈസിങ് എന്തായിരുന്നു? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ഫ്രം സോഴ്സ് ഡോക്യുമെന്റ്. സോഴ്സ് ഡോക്യുമെന്റ് ഉപയോഗിച്ച് ജേണലിലേക്ക് ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് എന്തായിരുന്നു? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി ഡിസ്കൗണ്ട്സ്. ഡിസ്കൗണ്ട്സ് എന്താണെന്ന് പഠിക്കണം. ഡിസ്കൗണ്ട്സ് 2 ടൈപ്പ് ഡിസ്കൗണ്ടുകൾ നമ്മൾ പഠിച്ചു. ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും അല്ലേ. അപ്പൊ ഇത്രയും 1-2 സെന്റൻസിൽ അല്ലെങ്കിൽ 3-4 സെന്റൻസിൽ ഒരു ഷോർട്ട് എസ്സേ എന്ന രൂപത്തിൽ പഠിച്ച് സെറ്റ് ആക്കിക്കൊള്ളണം. ഓക്കെ, ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. പ്രിപ്പയർ ദ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസിന്റെ ബേസിസിൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും ഓണം എക്സാമിനേഷന് അക്കൗണ്ടിംഗ് ഇക്വേഷന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കി സെറ്റ് ആയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പൊ മിസ് ഇത് പെട്ടെന്നൊന്ന് റഫായിട്ട് മിസ് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. അസെറ്റ്സ്, ഇനി ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. എല്ലാവർക്കും അറിയാലോ, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് 5 lakh rupees. 5 ലക്ഷം രൂപ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്ന അസറ്റ് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് വരും. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ ഫോർമാറ്റ് ഒക്കെ വരച്ച് ഭംഗിയായിട്ട് ചെയ്യണം കേട്ടോ. ഫോർമാറ്റ് ഒക്കെ വരച്ച് ഭംഗിയായിട്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പോവാണ്. ക്യാപിറ്റലും അതേപോലെ തന്നെ 5 ലക്ഷം രൂപ ക്യാപിറ്റലും വരും. ലയബിലിറ്റിയിൽ ചേഞ്ച് ഒന്നുമില്ല, 0 + 5 lakh. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2ാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 2 lakh rupees. 2 ലക്ഷം രൂപ ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ആയിട്ട് 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ ക്യാഷിന് എന്ത് സംഭവിച്ചു? ക്യാഷിന് 2 ലക്ഷം രൂപ കുറഞ്ഞു. ക്യാഷിൽ 2 ലക്ഷം രൂപ കുറഞ്ഞു. സെയിം ടൈം ബാങ്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് കൂടി. എത്ര രൂപയാണ് നമ്മൾ ബാങ്കിൽ ഇടുന്നത്? 2 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടു. ബാങ്കിൽ എന്ന് പറയുന്ന അസറ്റ് കൂടി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഫോർമാറ്റ് ഒക്കെ വരച്ച് ഭംഗിയായിട്ട് എല്ലാവരും ചെയ്യണം. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മളിത് ചെയ്ത് പഠിച്ച് സെറ്റ് ആണല്ലോ എന്ന് കരുതിയാണ് മിസ് ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ലയബിലിറ്റിയിൽ ചേഞ്ച് ഇല്ല, അതേപോലെ തന്നെ ക്യാപിറ്റലിലും ചേഞ്ച് ഇല്ല. ഇനി അടുത്ത് നോക്കിയേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 75,000 rupees. കാശ് കൊടുത്ത്, പൈസ കൊടുത്ത് 75,000 രൂപയ്ക്ക് ഗുഡ്സ് മേടിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. 75,000 രൂപയ്ക്ക് ഗുഡ്സ് മേടിക്കുമ്പോൾ ക്യാഷിൽ പോയില്ലേ, 75,000 രൂപ കുറഞ്ഞില്ലേ ക്യാഷില്? കാരണം ക്യാഷ് പർച്ചേസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പൊ ക്യാഷിൽ എന്ത് ചെയ്യണം? 75,000 കുറയ്ക്കാം. ബാങ്കിൽ ചേഞ്ച് ഒന്നുമില്ല.
ഇനി എന്താ ഒരു ചേഞ്ച് വരുന്നേ? 75,000 രൂപയുടെ സ്റ്റോക്ക് എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് എത്ര രൂപയുടെ ആണ്? 75,000 രൂപ വില വരുന്ന സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റോക്ക് കൂടി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ലയബിലിറ്റിയിൽ ചേഞ്ച് ഇല്ല, ക്യാപിറ്റലില് ചേഞ്ച് ഇല്ല. ഓക്കെ, ഇനി അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ത്രൂ ചെക്ക്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നോക്കാം. ഫർണിച്ചർ പർച്ചേസ്ഡ് ത്രൂ ചെക്ക്. ചെക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നത്. എത്ര രൂപയുടെ ഫർണിച്ചർ ആണ്? 50,000 രൂപ വിലയുള്ള ഫർണിച്ചർ ആണ്. ഇവിടെ മക്കളെ ഞാൻ ചോദിക്കട്ടെ, ക്യാഷിൽ ചേഞ്ച് ഉണ്ടോ? ക്യാഷിൽ ചേഞ്ച് ഇല്ല. കാരണം ഇവിടെ സാധനം അല്ലെങ്കിൽ ഈ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ചെക്ക് ഉപയോഗിച്ചാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 0 ആണ്. പക്ഷേ നമ്മുടെ ബാങ്കിൽ നിന്ന് 50,000 രൂപ കുറയും. കാരണം ബാങ്കിലെ ക്യാഷ് ഉപയോഗിച്ച് ചെക്ക് കൊടുത്താണ് നമ്മൾ ഈ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി സ്റ്റോക്കിൽ ചേഞ്ച് ഉണ്ടോ? സ്റ്റോക്കിൽ ചേഞ്ച് ഇല്ല. ഇനി എന്താ സംഭവിക്കുന്നത്? ഫർണിച്ചർ എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് കൂടി കമ്പനിയിലേക്ക് വന്നു. 50,000 രൂപ വിലയുള്ള ഫർണിച്ചർ എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് കൂടി കമ്പനിയിലേക്ക് വന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി ലയബിലിറ്റിയിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടോ? ക്യാപിറ്റലിലും ചേഞ്ച് ഇല്ല. ഇനി അടുത്ത് നോക്കാം. സോൾഡ് ഗുഡ്സ് വർത്ത് 60,000 ഫോർ ₹90,000. ഇതും ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് പ്രതീക്ഷിക്കാം. ഇവിടെ എന്താ പറയുന്നത്? 60,000 രൂപ വിലയുള്ള ഗുഡ്സ് 90,000-ന് സെല് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ? സെല് ചെയ്തു എന്ന് പറയുമ്പോ ക്യാഷിന് അപ്പൊ തന്നെ സെല് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ 60,000 രൂപ വിലയുള്ള സാധനം നമ്മൾ 90,000-ന് സെല് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒരു 30,000 രൂപ ലാഭം കിട്ടുന്നുണ്ട് അല്ലെ? പ്രോഫിറ്റ് ആയിട്ട് ഒരു 30,000 രൂപ കിട്ടുന്നുണ്ട് ഇല്ലേ? പ്രോഫിറ്റ് ഒരു 30,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്യാഷിൽ വരുന്ന എഫക്ട് എന്താണ്? 60,000 രൂപയുടെ സാധനം 90,000 റുപ്പീസിന് സെല് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 90,000 റുപ്പീസ് ക്യാഷ് കിട്ടല്ലേ? 90,000 റുപ്പീസ് ക്യാഷ് അപ്പൊ തന്നെ നമ്മൾ റിസീവ് ചെയ്യാണ് അല്ലേ? ഇനി ബാങ്കിൽ എന്തെങ്കിലും എഫക്ട് ഉണ്ടോ? ബാങ്കിന് ഒരു ചേഞ്ച് ഇല്ല. ഇനി സ്റ്റോക്കിന് എന്താണ് എഫക്ട് വരുന്നത്? 60,000 രൂപയുടെ സാധനമാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സ്റ്റോക്കിൽ എത്ര രൂപയുണ്ട്? 75,000 രൂപ നമ്മുടെ സ്റ്റോക്കിൽ പിരിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നിന്ന് 60,000 രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പൊ 60,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ കുറച്ച് കാണിക്കണ്ടേ? വേണ്ടേ? 75,000 രൂപയുടെ സ്റ്റോക്കിൽ നിന്ന് 60,000 രൂപ കുറയ്ക്കുക. 60,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ സെല് ചെയ്തു. എത്ര രൂപയ്ക്ക് സെല് ചെയ്തു? 90,000. ആ 90,000 നേരെ ക്യാഷിലോട്ട് നമുക്ക് കിട്ടി. ഇവിടെ സ്റ്റോക്കിൽ നിന്ന് 60,000 രൂപ കുറഞ്ഞു. ഇനി ഫർണിച്ചറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഒരു ബാധ്യതയില്ല. ഇനി ക്യാപിറ്റലിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ട്. ഇവിടെ 30,000 രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ലാഭം കിട്ടിയിട്ടുണ്ട് അല്ലെ? ഈ 30,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം. 30,000 രൂപ എന്ത് ചെയ്യണം? ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാണ്, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ വരച്ച് ട്രാൻസാക്ഷൻസ് ഓരോന്നും എഴുതി അസറ്റ്സ് എല്ലാം ഭംഗിയായിട്ട് കാണിച്ച് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും കാണിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മളിത് ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ് മിസ് ഇങ്ങനെ റഫ് ആയിട്ടൊന്ന് എഴുതി പോകുന്നത് കേട്ടോ. അപ്പൊ എത്രയാണ് ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടുന്നത്? 5,30,000 റുപ്പീസ് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. 5,30,000 റുപ്പീസ് നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, 5,30,30,000 രൂപയാണ് ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. എല്ലാരും ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക്. ശരത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh, സ്റ്റോക്ക് 3 lakh and avoid the bank loan of ₹2 lakh. ശരത് ക്യാപിറ്റൽസ് വർത്ത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരത്തിന്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് ആയിട്ടോ ക്യാഷിന്റെ അതേ മൂല്യമുള്ള സ്റ്റോക്കോ ഫർണിച്ചറോ ലാൻഡോ ബിൽഡിങ്ങോ കൊണ്ടുവരുന്നതെല്ലാം ക്യാപിറ്റൽ ആണെന്ന്. അപ്പൊ ഇവിടെ ക്യാഷ് ആയിട്ട് എത്ര രൂപ കൊണ്ടുവരുന്നുണ്ട് ശരത്ത്? ക്യാഷ് ആയിട്ട് 5 ലക്ഷം രൂപ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വേറെന്താ കൊണ്ടുവരുന്നേ? സ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലെ? സ്റ്റോക്ക് ആയിട്ട് 3 ലക്ഷം രൂപ കൊണ്ടുവരുന്നുണ്ട്. ഇത്രയാള് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല അല്ലെ ക്യാപിറ്റൽ ആയിട്ട്. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 5 + 3, 5 lakh + 3 lakh = 8 lakh rupees ആണ് ഇവിടെ ക്യാപിറ്റൽ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സി 8 lakh rupees. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? റൈറ്റ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ആൻഡ് ഫിൽ ദ മിസ്സിംഗ് ഫിഗർ. ഇവിടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ താഴെ ഈ ടേബിളിൽ തന്നിരിക്കുന്ന കുറച്ച് ഫിഗേഴ്സ് ഒക്കെ ഇവിടെ മിസ്സാക്കിയാണ് തന്നിരിക്കുന്നത് അല്ലേ, അത് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സിൽ. അപ്പൊ എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ? എല്ലാവർക്കും അറിയാലോ അക്കൗണ്ടിങ് ഇക്വേഷൻ. അസെറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതായിരുന്നു നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലേ. അസെറ്റ്സ്, എ ഫോർ അസെറ്റ്സ്, എൽ ഫോർ ലയബിലിറ്റി ആൻഡ് സി ഫോർ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും ക്യാപിറ്റൽ? സിമ്പിൾ അല്ലേ ഇക്വേഷൻ. അസെറ്റ്സ് 80,000 രൂപ, ലയബിലിറ്റി 30,000 രൂപ. സി എങ്ങനെ കണ്ടുപിടിക്കും? അസെറ്റ്സിന്ന് എൽ ലയബിലിറ്റി അങ്ങ് കുറച്ചാൽ പോരെ. 80,000 50,000 രൂപ കുറയ്ക്കാം. എത്ര രൂപ കിട്ടും നമുക്ക്? 30,000 രൂപ ഇവിടെ ക്യാപിറ്റൽ കിട്ടും അല്ലെ. 30,000 റുപ്പീസ്. കഴിയുമ്പോൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. 30 + 50 80,000 രൂപ. ഇതേപോലെ ഈ പറയുന്ന രണ്ടാമത്തതും മൂന്നാമത്തതും കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ പോലെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതേപോലത്തെ രീതിയിൽ കാണാറുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ ദ ജേർണൽ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഇവിടെ താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിൽ നിന്ന് ജേർണൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ജേർണൽ തയ്യാറാക്കാൻ പറയുമ്പോൾ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് ഭംഗിയായിട്ട് ജേർണലിന്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കുക. എന്തായിരുന്നു ജേർണലിന്റെ ഫോർമാറ്റ്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും വേഗം ഫോർമാറ്റ് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോ ട്രാൻസാക്ഷൻസും ജേർണലായിട്ട് എഴുതി നോക്കാം. ഇനി മിസ് ഇതിന്റെ ആൻസർ പറയുമ്പോൾ കറക്റ്റ് ആണോ നമ്മൾ എഴുതിയിരിക്കുന്നതെന്നുള്ളത് നോക്കാം കേട്ടോ. ഇനി നോക്കാം, പ്രിപ്പയർ എ ജേർണൽ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ നിന്ന് ജേർണൽ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ പ്രിപ്പയർ എ ലെഡ്ജർ ഓഫ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ഒരു ലെഡ്ജറും കൂടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി 1-ാം തീയതി 1/8/2019 അരുൺ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 2 lakh rupees. എന്തായിരുന്നു ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാണ്? 2 ലക്ഷം രൂപ. ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് എഴുതാം. നരേഷൻ കൊടുക്കണം അല്ലെ, ചെറിയൊരു നരേഷൻ കൊടുക്കണം. ബീയിങ് സ്റ്റാർട്ടഡ് ബിസിനസ്. ഇനി 2-ാം തീയതി എന്താ സംഭവിക്കുന്നത്? പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ് 60,000 രൂപ. 60,000 രൂപയുടെ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു എന്നാ പറയുന്നത്. എൻട്രി എന്താ വരാ? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 60,000 രൂപ. അടുത്തത് 5-ാം തീയതി നോക്കിയേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ ട്രേഡേഴ്സ് ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് ഗുഡ്സ് രാഹുൽ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് എന്തായിരുന്നു? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു. ഇവിടെ ക്യാഷിനല്ല പർച്ചേസ് ചെയ്യുന്നത്, കടമായിട്ടാണ്. അപ്പൊ ക്രെഡിറ്ററുടെ പേരാണ് എഴുതേണ്ടത്, ടു രാഹുൽ ട്രേഡേഴ്സ് അക്കൗണ്ട്. അടുത്തത് 7-ാം തീയതി ഡിപ്പോസിറ്റഡ് ഇൻ ടു കാനറ ബാങ്ക്. അപ്പൊ എൻട്രി വരുന്നത് എങ്ങനെയാണ്? കാനറ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. നരേഷൻ കൊടുക്കണം, ബീയിങ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഇനി അടുത്ത് നോക്കിയേ, 10-ാം തീയതി സെറ്റിൽ ദി രാഹുൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ത്രൂ ചെക്ക്. രാഹുൽ ട്രേഡേഴ്സിന് അക്കൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യാണ് ചെക്ക് വഴി 43,000 രൂപയ്ക്ക്. ഇവിടെ നമുക്ക് നേരത്തെ രാഹുൽ ട്രേഡേഴ്സ് ആയിട്ടൊരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. എന്നാണ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നത്? 5-ാം തീയതിയാണല്ലേ. എന്താണ് ആ ട്രാൻസാക്ഷൻ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ ട്രേഡേഴ്സ്. രാഹുൽ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. 45,000 രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. രാഹുൽ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് 45,000 രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ 43,000 രൂപ കൊടുത്തത് സെറ്റിൽ ചെയ്യാണ് അല്ലെ. 43,000 രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് എൻട്രി വരാ? രാഹുൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലെ. രാഹുൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. പിന്നെ വേറെ എന്താ വരാ? രാഹുൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. ഇവിടെ നോക്കാം, 45,000 രൂപയുടെ സാധനം നമ്മളിപ്പോ 43 രൂപയ്ക്കാണ് സെറ്റിൽ ചെയ്യുന്നത്. എങ്ങനെ? ചെക്ക് വഴി ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇപ്പോ കുറഞ്ഞു. ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ ഡിസ്കൗണ്ട് കിട്ടുന്നില്ലേ നമുക്ക്? ടു ഡിസ്കൗണ്ട്. എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്? ചെറിയൊരു എമൗണ്ടിന്റെ ഡിസ്കൗണ്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ജേർണൽ എൻട്രി നോക്കാം, രാഹുൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. COUNT ഡിസ്കൗണ്ട് അക്കൗണ്ട്. അപ്പൊ എത്രയാണ് മക്കളെ ഇതിന്റെ എമൗണ്ട് വരുന്നത്? രാഹുൽ ട്രേഡേഴ്സിന് വരുന്ന എമൗണ്ട് നമുക്ക് ബാങ്ക് വഴി നമ്മൾ ചെക്ക് ഇപ്പോ ഇവിടെ എഴുതാം.
നോക്കാട്ടോ. രാഹുൽ ട്രേഡേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ളത് 45,000 രൂപയാണ്. നമ്മളിവിടെ 43,000 രൂപ ബാങ്ക് ചെക്ക് വഴി സെറ്റിൽ ചെയ്തു. അപ്പൊ ഇവിടെ എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി? 2,000 രൂപ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് കിട്ടി. എത്രയാണ്? 2,000 രൂപ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് കിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ എമൗണ്ട് എഴുതേണ്ടതെന്നുള്ളത് ഒന്നും കൂടി മിസ് ഒന്ന് പറയാം. എല്ലാവരും എഴുതുമ്പോൾ രാഹുൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്, അങ്ങനെയാണ് നമ്മുടെ എൻട്രി വരുന്നത് അല്ലേ. നോക്കാതെ എങ്ങനെ എഴുതാന്നുള്ളത് നോക്കിയേ. രാഹുൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ടു ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് അല്ലേ. നോക്കാം എങ്ങനെ എഴുതും എന്നുള്ളത്. നോക്കിയേ, ചെക്ക് വഴി 43,000 രൂപയാണ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ ബാങ്കിന് നേരെ എഴുതേണ്ട തുക 43,000 രൂപ ക്രെഡിറ്റ് കോളത്തിൽ എഴുതണം. ഡിസ്കൗണ്ട് 45,000 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ 43,000 രൂപയ്ക്കാണ് സെറ്റിൽ ചെയ്തത്. അപ്പൊ എത്ര രൂപയാണ്? 2,000 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ എത്രയാണ് രാഹുൽ ട്രേഡേഴ്സിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? 45,000 രൂപ, അതായത് 43,000 പ്ലസ് 2,000 45,000. ഇങ്ങനെയാണ് ഇതിന്റെ ട്രാൻസാക്ഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്കിയ 15-ാം തീയതിയിലത്തെ പെയ്ഡ് ഇൻഷുറൻസ് കൊടുത്തു. എങ്ങനെയാണ്? ക്യാഷ് ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം അവിടെ ചെക്ക് ഒന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അപ്പൊ ക്യാഷ് ആയിട്ടാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അപ്പൊ എൻട്രി എങ്ങനെയാ വരുന്ന? ഇൻഷുറൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി സോൾഡ് ഗുഡ്സ് റുപ്പീസ് ഫോർ 75,000, 75,000 രൂപയ്ക്ക് ഗുഡ്സ് സോൾഡ് ചെയ്തു എന്നാണ്. ക്രെഡിറ്റിൻ്റെതായ യാതൊരു ഹിന്റും അവിടെ പറയുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ? ക്യാഷ് സെയിൽസ് ആണല്ലേ. അപ്പൊ എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ ഇൻകം കൂടി, അതുകൊണ്ടാണ് ഇൻകം കൂടുമ്പോൾ നമ്മുടെ റൂള് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് നോക്കിയേ, പെയ്ഡ് സാലറി ത്രൂ ചെക്ക് 5,000 റുപ്പീസ്, 5,000 രൂപ സാലറി ചെക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എൻട്രി എങ്ങനെയാ വരുന്നത്? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ചെക്ക് വഴിയാണ് ചെയ്യുന്നത് 5,000 രൂപ. അപ്പൊ സാലറി പെയ്ഡ് ത്രൂ ബാങ്ക് എന്ന് നരേഷനും കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രി വരുന്നത്. അപ്പൊ എല്ലാവരും ജേണൽ എൻട്രി നല്ല ഭംഗിയായിട്ട് ചെയ്ത് പഠിക്കണം. ഇനി ഈ ക്വസ്റ്റിനിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി വിലയുണ്ട്. പ്രിപ്പയർ ദ ലെഡ്ജർ ഓഫ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ലെഡ്ജറും കൂടി പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ലെഡ്ജറും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. വേഗം ലെഡ്ജറിന്റെ ഫോർമാറ്റ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മളോട് ഇവിടെ പ്രിപ്പയർ ചെയ്താൻ പറഞ്ഞിരിക്കുന്നത് ക്യാഷിന്റെ ലെഡ്ജർ അക്കൗണ്ട് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാ ലെഡ്ജർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ഷോർട്ടായിട്ട് ക്യാഷിന്റെ ഒരു ലെഡ്ജർ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. നോക്കാം, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, ഡേറ്റ് പാർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്, ഡേറ്റ് പാർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്. അതാണ് നമ്മുടെ ഫോർമാറ്റ് വരുന്നത് അല്ലേ. അപ്പൊ നോക്കി എല്ലാവരും ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ടു ക്യാപിറ്റൽ 2 ലക്ഷം രൂപ, സെയിൽസ് വരുന്നത് 75,000 രൂപ. കറക്റ്റ് ആയിട്ടാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കിയേ, എന്തൊക്കെയാണ്? മെഷീനറി 60,000 രൂപ വരുന്നുണ്ട്, ബാങ്ക് 1 ലക്ഷം, ഇൻഷുറൻസ് 3,000. നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കണം? ഫോർമാറ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് സ്കെയിലും പെൻസിലും വെച്ച് ഭംഗിയായിട്ട് വരയ്ക്കണം. ഡേറ്റ് കോളം എല്ലാം ഫില്ലായിരിക്കണം കേട്ടോ. ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി പോകണം. ഇത്രയും എഴുതി കഴിഞ്ഞ് നമുക്ക് അതിന്റെ ഡിഫറൻസ് ടോട്ടൽ വരുന്നത് 2,75,000 ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസസ് 1,12,000 രൂപ ക്രെഡിറ്റ് സൈഡിൽ. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ബാലൻസ് ക്യാരി ഡൗൺ. ഇത് അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഇങ്ങനെയാണോ എല്ലാവരും ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തെന്നുള്ളത് ചെക്ക് ചെയ്യുക. ആ ക്വസ്റ്റ്യനിലെ എല്ലാ അക്കൗണ്ടുകളും എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 6ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടേബിൾ കാണുമ്പോഴേ നമുക്കറിയാം ഇവിടെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു ഡീലർ നമ്മൾ പഠിച്ച കോഡൊക്കെ ഓർക്കുന്നില്ല എല്ലാവരും? DEALER, ഡീലർ എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ ഓരോ ടേംസും ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പഠിച്ചതല്ലേ. റൂളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഓർക്കണില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നുകൂടി അത് റിവൈസ് ചെയ്തു. ഇനി ഇവിടെ അവർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ, പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്. ക്യാഷിന് മെഷീനറി പർച്ചേസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മെഷീനറി എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു അല്ലെ. സെയിം ടൈം എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ഇൻ അസറ്റ്സ്. ഇവിടെ വേറൊരു അസറ്റ്സിന് ഡിക്രീസ് സംഭവിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാലോ ഏതായിരിക്കും അസറ്റ്? മെഷീനറി എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. സെയിം ടൈം എന്താ സംഭവിക്കുക? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. ആ ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ മെഷീനറി മേടിച്ചപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ്
കുറഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടമായിട്ട് ഗുഡ്സ് കൊടുത്തു അല്ലെങ്കിൽ സെല് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇവിടെ കടമായിട്ട് ഗുഡ്സ് സെല് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഇൻക്രീസും ഡിക്രീസും അല്ലെങ്കിൽ ഇൻക്രീസും അല്ലെങ്കിൽ ഡീലറിലെ ഏത് ടേമിനെയാണത് അഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലെ. എന്തായിരിക്കും സംഭവിക്കുക, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അസറ്റിന് എന്ത് സംഭവിക്കും, അസറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലെ, അസറ്റ് ഇൻക്രീസ് ചെയ്യും. ഏത് അസറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നത്, നമുക്ക് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടും. അതേപോലെ തന്നെ മറ്റെന്താ സംഭവിക്കുന്നേ, നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ ഇൻകവും എന്ത് ചെയ്യാണ്, ഇൻകം അല്ലെങ്കിൽ റവന്യൂവും കൂടാണ്. ഇൻകം അല്ലെങ്കിൽ റവന്യൂ ഇൻക്രീസ് ചെയ്യാണ്. ഏതാണ്, സെയിൽസ് എന്ന് പറയുന്ന ഇൻകം അല്ലെങ്കിൽ റവന്യൂ കൂടുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ. ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതാം. ഇവിടെ ഇൻകം അല്ലെങ്കിൽ നോക്കാം, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏതാണ്, സെയിൽസ്. ഇവിടെ നമ്മൾ സെല്ല് ചെയ്യാണ്, സെയിൽസ് എന്ന് പറയുന്ന ഇൻകം കൂടുന്നുണ്ട്. അല്ലെങ്കിൽ റവന്യൂ ആയിക്കോട്ടെ കേട്ടോ, റവന്യൂ ആയാലും കൂടുന്നുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിയേ, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേ ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ക്യാഷ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ക്യാഷിന് എന്താ സംഭവിക്കുക, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇവിടെ ഡിക്രീസ് ചെയ്യാണ്. ഏത്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇവിടെ ഡിക്രീസ് ചെയ്യാണ്. ഇനി സെയിം ടൈം ക്രെഡിറ്റർ ആരായിരുന്നു, നമ്മുടെ ലൈബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയായിരുന്നു അല്ലെ. ക്രെഡിറ്റർ ലൈബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയായിരുന്നു. ആ ബാധ്യത ഇവിടെ എന്ത് സംഭവിച്ചു, ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യാണ്, ലൈബിലിറ്റി ഇവിടെ കുറയാണ്. നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് തീർക്കുമ്പോൾ കൊടുക്കാനുള്ള ഒരു ഹ്യൂജ് എമൗണ്ടിന് കുറവ് സംഭവിക്കുകയാണ്. അപ്പൊ ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യാണ്. ക്ലിയർ ആണോ. ഇതേപോലെ റൂൾസ് എല്ലാ കേസും ഡീലറിലെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ, ഡ്രോയിങ്സ്, എക്സ്പെൻസ്, അസറ്റ്സ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, ഇത് ഓരോന്നും കൂടുമ്പോഴും കുറയുമ്പോഴും എങ്ങനെ നമ്മളത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഭംഗിയായിട്ട് എക്സാമ്പിൾ സഹിതം എല്ലാവരും നോക്കിയിട്ട് പോകണം. ഓക്കെ, അങ്ങനെ നോക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും സെറ്റാണ്. ഓരോന്ന് അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും ഓക്കെയാണ്. ജേണൽ എഴുതാനും റെഡിയാണ്, അതേപോലെ തന്നെ ലെഡ്ജർ എഴുതാനും ഓക്കെയാണ്. ഈ ചാപ്റ്റർ ഫുൾ കണക്റ്റഡ് ആണല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. നമുക്ക് നോക്കാം, ജേണൽ ആൻഡ് ലെഡ്ജർ ആർ 2 മേജർ കമ്പോണൻസ് ഓഫ് ദ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കമ്പോണന്റുകളാണ് ജേണലും ലെഡ്ജറും അല്ലേ. അപ്പോൾ റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇത് രണ്ടും തമ്മിലുള്ള ഏതെങ്കിലും 3 ഡിഫറൻസുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഡിഫറൻസുകൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 3 എഴുതാനാ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന 5 ഡിഫറൻസ് എഴുതാനായിരിക്കും, ചിലപ്പോൾ 6 ഡിഫറൻസ് ആയിരിക്കും, 7 ഡിഫറൻസ് ആയിരിക്കും. അത് ഡിപ്പെൻസ് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ ഡിഫറൻസും ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ജേണൽ എന്തായിരുന്നു, പ്രൈം എൻട്രി ആണ്. ലെഡ്ജർ സെക്കൻഡറി എൻട്രി ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. വിച്ച് ഈസ് നോൺ ആസ് എ ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ഒറിജിനൽ എൻട്രി. ഏതായിരുന്നു, ജേണൽ. കഴിഞ്ഞ ദിവസം നമ്മൾ റിവൈസ് ചെയ്തതാണല്ലേ. ഇനി അടുത്തത് ജേണൽ എന്ന് പറയുന്നത്, ജേണൽ എന്ത് ബേസ് ചെയ്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, സോഴ്സ് ഡോക്യുമെന്റ്. ലെഡ്ജർ ആണെങ്കിലോ ജേണൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജേണലിനെ ബേസ് ചെയ്താണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ജേണലൈസിങ്. ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് പോസ്റ്റിംഗ്. ജേണൽ എങ്ങനെയാണ് നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ലെഡ്ജർ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനുണ്ടല്ലേ. അപ്പൊ നോക്കാം, നമ്മൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് മാത്രമേ ഇവിടെ എഴുതി പോയിട്ടുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ എല്ലാ പോയിന്റുകളും നന്നായി ഭംഗിയായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ആ പോയിന്റുകൾ തന്നെ ഭംഗിയായിട്ട് എഴുതണം കേട്ടോ. ഇതേപോലെ ടേബിളൊക്കെ വരച്ച് ഓരോ ബുള്ളറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് എഴുതാം. അപ്പൊ എല്ലാവരും ഓണം എക്സാമിന് നന്നായിട്ട് ഇരുന്ന് പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസും എല്ലാം മാക്സിമം ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് എക്സാം എഴുതാം. എല്ലാവരും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ.